നമ്മള് ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ അക്കാഡമിയുടെ 7ാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ്. 7 വർഷം പൂർത്തിയായത് ഇന്നലെ എന്ന പോലെയാണ് തോന്നുന്നത്. 7 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന മംഗളം ചേട്ടന്റെ ഒരു ചാപ്ര ഉണ്ടായിരുന്നു. ആ ചാപ്രയിൽ കുറച്ച് കസേരകൾ അവിടുന്ന് ഇവിടുന്ന് നോക്കിയിട്ട് പെറുക്കിയിട്ടുകൊണ്ട് ഒരു ചെറിയ ഒരു ഇനാഗുറേഷൻ വൈകുന്നേരം ആണ് നടത്തിയത്. അന്ന് വന്ന് വിളക്ക് കൊളുത്തി തന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുധീർ സാറാണ്. ഞങ്ങളുടെ നാട്ടിലെ PhD എന്ന് പറയുന്നത് എടുത്തിട്ടുള്ള ഒരേ ഒരു വ്യക്തി സുധീർ സാറാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടാണ് സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നത്. അന്ന് പുസ്തകമൊന്നും കയ്യിലെടുക്കാതെ വന്നിട്ട് മറ്റുള്ള അധ്യാപകർ നോക്കി വായിച്ചു പഠിപ്പിക്കാൻ നേരത്ത് പുസ്തകമൊന്നും കൈകൊണ്ട് തൊടാതെ വന്ന് ക്ലാസ് എടുത്ത് ഞങ്ങൾക്കൊക്കെ ഒരു അത്ഭുതമായിട്ടെന്ന് തോന്നിയ ഒരാൾ സുധീർ സാറാണ്. അപ്പൊ സാറിനെ പോലെ ആകണമെന്നൊരു ആഗ്രഹം അന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും ആകാൻ പറ്റിയില്ലെങ്കിലും അതിന്റെ ഒരുപാട് താഴെയാണെങ്കിലും ആ ഫീൽഡിൽ പ്രവർത്തി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ സാറിന് എന്നോട് പ്രത്യേകമായൊരു വാത്സല്യവും താല്പര്യമൊക്കെ ഉണ്ട്. അത് ഡിഗ്രി പഠിക്കാനായിട്ട് SM കോളേജിൽ ചെല്ലുന്ന സമയം മുതലാണ്. അവസാന വർഷ ഡിഗ്രിക്ക് ഞാൻ എത്തുമ്പോഴാണ് സാറിന് കേന്ദ്ര സർവീസിൽ CSOയിൽ ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തിട്ട് സാറിന്റെ ഏറ്റവും വലിയൊരു പാഷനായിട്ട് കണക്കാക്കുന്ന ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് സാറ് SM കോളേജിൽ 2004 വരുന്നത്. 21 വർഷം അവിടെ പൂർത്തിയായി സാറ്. അപ്പൊ അങ്ങനെ സാറിന് വീണ്ടും കാണാനും സാറുമായിട്ടുള്ളൊരു സൗഹൃദം വീണ്ടും ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് പരീക്ഷയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് ചില ദിവസങ്ങളിലൊക്കെ സാറിന്റെ വീട്ടിൽ ചെന്ന് എനിക്ക് പഠിപ്പിച്ചൊക്കെ തന്നിട്ടുള്ള ആളാണ്. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ഞാൻ തയ്യാറെടുക്കണം എന്ന രീതിയിൽ എനിക്ക് സാറ് പണ്ട് തയ്യാറെടുത്ത കുറച്ച് പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ബാലരമ പൂമ്പാറ്റ മോഡലുള്ള ചെറിയ ചെറിയ കുറച്ച് പുസ്തകങ്ങളുണ്ടായിരുന്നു. അതിലിടക്ക് പുസ്തകങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിരുന്നു, MBA എൻട്രൻസിന്. അത് ഞാൻ പാസ്സാകുകയും പിന്നെ ആ ഫീൽഡുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മളിങ്ങനെ ഒരു അക്കാഡമിക് രംഗത്തേക്ക് വരുന്നത്. ആ സമയത്ത് സാറിനോട് ചെന്ന് പറഞ്ഞപ്പോൾ സാറ് എപ്പോഴാണ് സമയമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ല, സമയത്ത് വരികയും ചെയ്യും, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് എങ്ങനെ പോകണമെന്ന് പറഞ്ഞു തരികയും ചെയ്യും. ഞാൻ എപ്പോഴും സാറിനെ ചെന്ന് കാണുന്ന ഇതേപോലുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വേറൊരു കാര്യത്തിന് സാറിൻ്റെ അടുത്ത് പോകാറില്ല. പിന്നെ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. പക്ഷെ എന്ത് കാര്യമാണെങ്കിലും എന്നോട് ഇന്ന് വരെ സാറ് നോ എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എനിക്ക് ആകെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അതാണ്. ഞാൻ ഏത് സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാറ് സ്ഥലത്തുണ്ടെങ്കിൽ മറ്റെല്ലാ തിരക്കുകൾക്കിടയിലാണെങ്കിലും ഇവിടെ വന്നിരിക്കും, അത് ഉറപ്പാണ്. ഒരു തവണ മാത്രമേ സാറിന് വരാനായിട്ട് സാധിക്കാതിരുന്നുള്ളൂ. പക്ഷെ അന്ന് സാറ് വന്നില്ലെന്നുണ്ടെങ്കിലും അതിന്റെ കുറവെല്ലാം നികത്തിയത് സാറിന്റെ വൈഫ് നമ്മുടെ പ്രിയപ്പെട്ട ദിവ്യ മാഡമാണ്. ദിവ്യശ്രീ ടീച്ചറാണ്. നല്ല ഒരു സൈക്കോളജിസ്റ്റാണ് ആള്, കൗൺസിലറും കൂടിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നൃത്തരംഗത്ത് നല്ല രീതിയിൽ ശോഭിക്കുന്ന, നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് നൃത്തം പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചിയാണ്. ആ ചേച്ചി വന്നിട്ട് നമ്മുടെ ഒരു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടിയായിരുന്നു. അതിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് വന്ന് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഒരു കൗൺസിലിംഗ് പോലത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം നമ്മൾ ഓൺലൈൻ മേഖലയിൽ കൊറോണ കാലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓൺലൈൻ മേഖലയിലേക്ക് വന്നു. ഓഫ്ലൈൻ ക്ലാസ്സുകൾ നിർത്തി ഓൺലൈനിൽ നല്ല രീതിയിൽ നമുക്ക് സ്വീകാര്യത കൈവന്നിരിക്കുകയാണ്. ഇത് ആരംഭിച്ച സമയത്ത് ഒരുപാട് തരത്തിലുള്ള എതിർപ്പുകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിലും 2ാമത്തെ വർഷം മുതൽ എതിർക്കുന്ന ആൾക്കാരുടെ ശക്തി കുറഞ്ഞു. കാര്യം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എതിർക്കുന്ന ആളുകൾക്ക് ഒരിക്കലും പിന്നീടൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ റിസൾട്ടുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ കേരളത്തിൽ PSC പരിശീലിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഇടയിൽ ഫാസിസ് അക്കാഡമി എന്നൊരു പേര് സുപരിചിതമായി കഴിഞ്ഞിരിക്കുകയാണ്. പരീക്ഷ കഴിയുമ്പോഴാണെങ്കിലും പരീക്ഷയ്ക്ക് മുൻപാണെങ്കിലും പരീക്ഷ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് അറിയാനാണെങ്കിലും അവർ നമ്മുടെ ക്ലാസ്സുകളും അതേപോലെ തന്നെ അഡ്വൈസുകളും ഒക്കെ കൃത്യമായിട്ട് കാണുകയും കേൾക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ മുന്നിൽ ധൈര്യമായിട്ട് എനിക്ക് നിൽക്കാൻ സാധിക്കുന്നത് ആ ഗുരുത്വം എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മാതൃകയാക്കിയിരിക്കുന്ന ഒരാൾ സുധീർ സാറാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടമോ ഇന്നുവരെ തോന്നിയിട്ടില്ലാത്തൊരു കാര്യമാണ്. കാര്യം സാറിന്റെ ഒരു ടീച്ചിങ് ശൈലി കണ്ടിട്ട് ആ മേഖലയിൽ വന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എനിക്ക് അതേപോലുള്ള ടീച്ചിങ് ക്വാളിഫിക്കേഷനുള്ള ഡിഗ്രിയോ ഒന്നുമില്ല. പക്ഷേ 10,000-കണക്കിന് കുട്ടികൾക്ക് മുന്നിൽ നിന്ന് ക്ലാസ് എടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് സാറിനെ പോലുള്ള ആൾക്കാരുടെ അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടേതായ രീതിയിൽ എന്ത് ചടങ്ങ് നടന്നാലും സാറിന്റെ ഒരു സാന്നിധ്യമുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പോൾ നമുക്ക് കേരളത്തിലെ മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം അറിയപ്പെടുന്ന ജയൻ ചേട്ടന്റെ ഒരു സാന്നിധ്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ജയൻ ചേട്ടനുമായിട്ട് അച്ഛനാണ് ഏറ്റവും അടുത്ത സൗഹൃദമുള്ളത്. അച്ഛൻ വഴിയാണ് എനിക്ക് ജയൻ ചേട്ടനെ പരിചയമുള്ളത്. അപ്പൊ അച്ഛൻ വഴി കിട്ടിയ ഈ ഒരു പരിചയം ജയൻ ചേട്ടനുമായിട്ടുള്ള ഒരു നല്ലൊരു അടുപ്പം ഇന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ അക്കാഡമിയുടെ ഒരു വെൽവിഷർ ആണ് ജയൻ ചേട്ടൻ. അതിനേക്കാൾ ഉപരി പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പറയാനായിട്ട് നമുക്ക് അഭിമാനമേ ഉള്ളൂ. കാര്യം എന്താ, നമ്മുടെ അക്കാഡമിയുടെ ബ്രാൻഡ് അംബാസഡർ എന്ന നിലയിൽ അക്കാഡമിക്ക് വേണ്ടിയിട്ടുള്ള ഏത് കാര്യം ജയൻ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാലും ജയൻ ചേട്ടൻ നമുക്കത് എന്താണ് ചെയ്തു തരും. അദ്ദേഹത്തിന്റെ സമയം എന്ന് പറയുന്നത്
വിലപ്പെട്ട സമയമാണ്. ആ വിലപ്പെട്ട സമയം ഷൂട്ടിംഗ് ആയിട്ട് കഴിഞ്ഞ 10-12 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. നമ്മൾ പറഞ്ഞു, ജയൻ ചേട്ടാ 1-ാം തീയതി നമ്മുടെ അക്കാഡമിയുടെ വാർഷികമാണ്, ജയൻ ചേട്ടൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആൾ പറഞ്ഞു ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റി വെച്ചു. ഇന്നലെയും വിളിച്ചപ്പോൾ പറഞ്ഞെന്താണ്, ഇന്ന് കുറച്ചധികം പരിപാടികളുണ്ട്, എന്തായാലും ഞാൻ എത്തുമെന്ന് പറഞ്ഞു. ഒരു 7:30 കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന രീതിയിൽ പറഞ്ഞ് ആള് സമയത്തിന് 10 മിനിറ്റ് മുമ്പ് എപ്പോഴും എത്തും. ഒരിക്കലും സമയം തിരിച്ചു വരുന്ന ഒരാളല്ല ജയൻ ചേട്ടൻ. കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് എല്ലാവരും പാഠമാക്കണമെന്നുണ്ടെങ്കിൽ അത് ജയൻ ചേട്ടനിൽ നിന്നാണ് പാഠമാക്കേണ്ടത്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഇതേപോലുള്ള ഒരു സെലിബ്രേഷൻ നമ്മൾ പെട്ടെന്ന് ആലോചിച്ച് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കാരണം നമുക്ക് ഓൺലൈൻ ക്ലാസ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒരു ഡിമാൻഡ്, അവർക്ക് ഇതിന്റെ ഒരു സെലിബ്രേഷൻ അവർക്ക് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ഒരു ഓൺലൈൻ സെലിബ്രേഷൻ പെട്ടെന്ന് ചെയ്തതാണ്. ആ സമയത്ത് ജയൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. ജയൻ ചേട്ടനോട് അച്ഛൻ പറഞ്ഞു, ജയൻ ചേട്ടൻ വന്നു. അതിനുശേഷം ഇപ്പോൾ ഞാനും അച്ഛനും കൂടി പറഞ്ഞു, ജയൻ ചേട്ടൻ വന്നു. നമ്മുടെ ഒരു വെൽവിഷർ എന്ന നിലയിൽ ചേർത്തലയിൽ നമ്മുടെ അക്കാഡമി പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരുപാട് തിരക്കുകളുണ്ടെങ്കിലും നിങ്ങൾ അവിടെ നടത്തിക്കോളൂ, ഞാൻ എത്തിയേക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമ്മേളനം തീരുന്നതിന് മുൻപായിട്ട് അവിടെ എത്തിച്ചേരുകയും നമുക്ക് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്യുകയും വന്ന കുട്ടികൾക്ക് നല്ലൊരു മോട്ടിവേഷൻ നൽകുകയും ചെയ്ത ഒരാളാണ് ജയൻ ചേട്ടൻ. അപ്പൊ അങ്ങനെയുള്ള നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ജയൻ ചേട്ടനെ പോലുള്ള ആളിന്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണ്. കാരണം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല അദ്ദേഹം. കാര്യം ജയൻ ചേട്ടനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, പഴയ കാലങ്ങളിലാണ് തോബിയാസ് എന്ന വിളിപ്പേരിലാണ് ജയൻ ചേട്ടൻ അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ അതിനുശേഷം പിന്നെ ജലപാലൻ, അങ്ങനെ എടുത്തറിയുന്ന ഒരുപാട് വില്ലൻ വേഷങ്ങൾ ചെയ്ത ആളാണ്. വില്ലത്തരങ്ങൾ ഒരുപാട് കയ്യിലുണ്ടെന്ന് ആൾക്കാർ കരുതുന്നെങ്കിൽ ഇതേപോലെ നന്മയുള്ള ഒരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നല്ലൊരു കലാകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിലുപരി നല്ലൊരു ഗായകനാണ്. 1-2 പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. അതിൽ നിന്ന് ഈ സിനിമാ ഫീൽഡ് അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞൻ എന്ന രീതിയിൽ അദ്ദേഹം പേരെടുക്കേണ്ട ഒരാൾ തന്നെയാണ്. കല എന്ന് പറയുന്നത് അനുഗ്രഹിച്ചിട്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അതിലുപരിയായിട്ട് ഓരോ വിഷയങ്ങളെ കുറിച്ച് ആഴത്തിൽ നല്ല അറിവുണ്ട്. എന്ത്, എവിടെ, എങ്ങനെ സംസാരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴുള്ള പല രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഉപദേശകന്മാർ വേണമെന്നുണ്ടെങ്കിലും അതിന്റെ ആവശ്യമൊന്നുമില്ല. കാര്യം വിഷയം വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ്. ഒരു സംഘടന, അല്ലെ, ലോകമെമ്പാടും അറിയപ്പെടുന്ന മലയാള സിനിമാ നടന്മാരെല്ലാവരും ഉള്ള ഒരു സംഘടനയുണ്ട്, അമ്മയാണ്. ആ സംഘടനയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ നിൽക്കുന്ന ഒരാളും കൂടിയാണ് ജയൻ ചേട്ടൻ. അപ്പോ ഒട്ടും സമയമില്ലാത്ത തിരക്കുകൾ എന്ന് പറയുന്നത് ചുറ്റുമുണ്ടെങ്കിലും നമ്മളൊന്ന് സ്നേഹപൂർവ്വം വിളിച്ചപ്പോൾ ആ തിരക്കുകളെല്ലാം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ച് നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ജയൻ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് വേണ്ടിയിട്ട് നോ എന്ന് പറയുന്ന ഒരു വാക്ക് ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട മാതൃക അധ്യാപകൻ സുധീർ സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ പുത്തനമ്പലം ക്ഷേത്രത്തിന്റെ പ്രസിഡന്റും ഞങ്ങളുടെ ഒരു വെൽവിഷറും അഭ്യുദയകാംക്ഷിയുമായിട്ടുള്ള അഡ്വക്കേറ്റ് ഷാജി സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരു കുടുംബ ട്രസ്റ്റുണ്ട്, അച്ഛൻ്റെ കുടുംബ ട്രസ്റ്റുണ്ട്, കുടുംബക്ഷേത്രവുമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയും എൻ്റെ ഒരു അച്ഛൻ്റെ അനിയൻ ചിറ്റപ്പൻ എന്ന രീതിയിൽ വരുന്നതായിട്ടുള്ള മോഹൻ സാറിനെയും ഞാൻ ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിലുപരി നമ്മുടെ ഈ ഒരു ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളും അതേപോലെ തന്നെ മറ്റ് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാവരുടെയും പ്രതിനിധികളെയും ഈ ഒരു മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.